ഹായ് എവരിവൺ, വെൽക്കം ടു അനന്ത IAS CSAT മന്ത്ര. ഇന്ന് നമ്മൾ നോക്കുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള CSAT PYQ ക്വസ്റ്റ്യൻ ആണ്. സോ ചോദ്യം നമുക്ക് റീഡ് ചെയ്യാം. കൺസിഡർ ദ ക്വസ്റ്റ്യൻ ആൻഡ് ടു സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ ഫോർമാറ്റ് ഇതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഈസ് എക്സ് ആൻ ഇൻഡിജർ? സോ എക്സ് ഒരു ഇൻഡിജർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന് നമുക്കൊരു ആൻസർ ഉണ്ടായിരിക്കും. അതായത് എക്സ് ഇസ് ആൻ ഇൻഡിജർ എന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് എന്നായിരിക്കും. അല്ല, എക്സ് ഒരു ഇൻഡിജർ അല്ല എന്നാണെങ്കിൽ നോ എന്നായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? ഇനി തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അതിന്റെ ബേസിൽ എക്സ് ഒരു ഇൻഡിജർ ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് x/3 is not an integer. ഓക്കെ, x/3 is not an integer. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 3x is an integer. ഇതിന്റെ ബേസിലായിരിക്കണം നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ പറയാൻ വേണ്ടിയിട്ട് പറ്റേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇതാണ്: 3x എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, 3x എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണ്. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഇൻഡിജറിനെ നമ്മൾ മറ്റൊരു ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു ഇൻഡിജർ തന്നെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ വാല്യൂ ഏതൊരു ഇൻഡിജറും ആവാം. അതായത് എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് എനി ഇൻഡിജർ. ഓക്കെ, എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് എനി ഇൻഡിജർ. അതിന് എക്സാമ്പിൾ ആണ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് -2, -1, 0, 1, 2, 3. ഇതെല്ലാം ഇൻഡിജർ വാല്യൂസ് ആണ്. ഈ ഓരോ നമ്പറിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -6, -3, 0, 3, 6, 9 എന്നീ വാല്യൂസ് കിട്ടും. ഇതെല്ലാം എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. സ്വാഭാവികമായിട്ടും 3x is an integer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് x is an element of integer എന്ന് പറയുന്നതാണ്. ഓക്കെ, എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ഇൻഡിജർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? യെസ്, എക്സ് ഇസ് എൻ ഇൻഡിജർ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി, ഈ എക്സിന് ഞാനൊരു വാല്യൂ കൊടുക്കാന്ന് വിചാരിക്കുക. അതായത് എക്സ് ഒരു ഇൻഡിജർ ആയിരിക്കണം. അങ്ങനെ പറയുന്ന സമയത്ത് x/3, ഓക്കെ, ഞാൻ ഇതിന്റെ നേരെ x/3 എടുക്കണം. 3x is an integer എന്നാണ് പറയുന്നത്. ഓക്കെ, 3x is an integer എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. 3x is an element of integer എന്നാണ് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താവാം? ഒരു ഇൻഡിജർ ഡിവൈഡഡ് ബൈ 3 ആവാം. ഇതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ x can be 1/3, 2/3, 4/3, -1/3, etc. ഓക്കെ, ഒരു ഇൻഡിജർ ഡിവൈഡഡ് ബൈ 3 ആവും. കാരണം എന്താണ്? ഇതിനൊക്കെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 1, 2, 4, -1, etc. ആണ്. ഇതെല്ലാം എന്താണ്? ഇസ് ആൻ എലമെന്റ് ഓഫ് ഇൻഡിജർ ആണ്. അപ്പം ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? എക്സ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഇൻഡിജർ. അപ്പൊ നമ്മുടെ ആൻസർ നോ ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എക്സ് ഒരു ഇൻഡിജർ ആണെന്നോ അല്ലെന്നോ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ x/3 ഇസ് നോട്ട് ആൻ ഇൻഡിജർ. x/3 എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ അല്ല എന്നാണ് പറയുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തതാണ്. ഓക്കെ, സോ ഇവിടുത്തെ x/3 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പം ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം എക്സിന്റെ വാല്യൂ ഇവിടെ വരുന്നത് ഏതൊക്കെയാണ്? 1/3, 2/3, -1/3, 4/3. ഇതെല്ലാം ഇവിടെ വരുന്ന വാല്യൂസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിജർ ഡിവൈഡഡ് ബൈ 3, അതാണ് ഇവിടെ വരുന്ന വാല്യൂ. ഇനി ഞാൻ ഇതിന്റെ എക്സ് ഡിവൈഡ് ബൈ 3 എടുക്കണം. അപ്പൊ എനിക്ക് കിട്ടുന്ന വാല്യൂസ് എന്തായിരിക്കും? 1/9, 2/9, -1/9, ഓക്കെ, അതുപോലെ 4/9. ഈ വാല്യൂസ് ഒന്നും എന്തല്ല? ഇൻഡിജർ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇസ് നോട്ട് ആൻ എലമെന്റ്, സോറി, x/3 ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് ഇൻഡിജർ. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? നോ ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇപ്പുറത്തെ ഫസ്റ്റ് കേസിലേക്ക് വരികയാണ്. ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിജർ ആണ്. ഇതിന്റെ ഒക്കെ x/3 നമ്മൾ കാണുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? -2/3, -1/3, 0/3, 1/3, 2/3, 3/3. ഓക്കെ, സോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഒരു നമ്പേഴ്സും ഓക്കെ എക്സെപ്റ്റ് 0/3 ആൻഡ് 3/3 ഒന്നും എന്തല്ല? ഇൻഡിജർ അല്ല. സോ ഇവിടെ എന്താണ് വരുന്നത്? x/3 എന്ന് പറയുന്നത് ഇൻഡിജർ അല്ല.
ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഹോൾഡ്സ് ട്രൂ. ബട്ട് 0/3 എന്ന് പറയുന്നതും 3/3 എന്ന് പറയുന്നതും ഇന്റിജേഴ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് രണ്ട് ഔട്ട്പുട്ട്സ് കിട്ടുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ അംഗീകരിക്കുന്നുണ്ട്, അതായത് x/3 ഇസ് നോട്ട് ആൻ ഇന്റിജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രൂ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ട്രൂ. അതേപോലെ അത് ഫോൾസ് ആയിട്ടും വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. ഈസ് എക്സ് ആൻ ഇന്റിജർ? നമ്മൾ കെയർഫുൾ ആയിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും എക്സ് ഒരു ഇന്റിജർ ആണ് എന്നോ അല്ല എന്നോ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതുമാവാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സിന്റെ വാല്യൂ 1/3 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, എക്സിന്റെ വാല്യൂ 1/3 എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ്സും അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. x/3 ഇസ് നോട്ട് ആൻ ഇന്റിജർ. എക്സ് എന്ന് പറയുന്നത് 1/3 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ x/3 എന്ന് പറയുന്ന വാല്യൂ 1/9 ആയിരിക്കും. അപ്പൊ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റിജർ. ഇനി അതേപോലെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 1/3 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ 3x എന്ന് എടുക്കുന്ന സമയത്ത്, ഓക്കെ, അതിന് ഞാൻ 3x എന്ന് എടുക്കുന്ന സമയത്ത് 1/3 into 3 is equal to 1. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്, അതൊരു ഇന്റിജർ ആണ് അല്ലെ. 3x എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 1/3 ആവാം. ഇനി അതേപോലെ തന്നെ എക്സിന്റെ വാല്യൂ 2/3 ആവാം. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് എക്സ് ഇസ് നോട്ട് ആൻ ഇന്റിജർ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ അതേപോലെ തന്നെ എക്സിന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഇന്റിജർ വാല്യൂ എടുക്കുക എന്ന് വിചാരിക്കാം. എക്സിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റിജർ വാല്യൂ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇന്റിജർ വാല്യൂ എടുക്കുകയാണ്. സോ അതിൽ ഫസ്റ്റ് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ 1 ആണ് കരുതുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് x/3 ഇസ് നോട്ട് ആൻ ഇന്റിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 എന്ന് പറയുന്നത് ഒരു ഇന്റിജർ അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് 3x എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ 3 into 1 എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 3, അതും ഒരു ഇന്റിജർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ വാല്യൂ 1 ആവാം. രണ്ട് സ്റ്റേറ്റ്മെന്റും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇന്റിജർ ആവാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇന്റിജർ ഡിവൈഡഡ് ബൈ 3 ആകാം. അപ്പൊ അതിൽ നിന്നും കൺക്ലൂസീവ് ആയിട്ട് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻസർ എന്തായിരിക്കും, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ നോട്ട് സഫീഷ്യന്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രിക്കുകളില്ല, കറക്റ്റ് ആയിട്ട് എന്താണ് ക്വസ്റ്റ്യന്റെ ഡിമാൻഡ്, അതിനെങ്ങനെയായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച് എന്നുള്ളത് പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ PYQ ക്വസ്റ്റ്യനിലേക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും PYQ ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാവുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ അടുത്ത സെഷനിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.